ഹലോ. അപ്പോഴേ ഇന്ന് നമുക്ക് വെണ്ടക്ക വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ അല്ലേ? അപ്പോൾ ഊണിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിപ്പോഴൊരു 2.5 കിലോ വെണ്ടക്കയാണ് ഇതിനായിട്ട് മേടിച്ചേക്കണത്. അപ്പോൾ പച്ചക്കറി കൊണ്ടുവന്ന ആളോട് ഞാൻ പറഞ്ഞ ചെറിയ വെണ്ടക്ക നോക്കി, അതായത് ഇളയ വെണ്ടക്ക നോക്കി കൊണ്ടുവന്നോട്ടം, മൂത്തത് കൊണ്ടല്ലേന്ന്. എന്നിട്ട് ഞാൻ കഴുകിയത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയുടെ ഒരു ചെറിയ പീസും കുറച്ച് ചുമന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമല്ലി തന്നെ വേണമെന്നില്ല, മല്ലിപ്പൊടിയിലായാലും ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ അതേപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ആദ്യം അങ്ങനെ മൂത്തൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതിയാകും. അപ്പോൾ ഈ ഒരു പരുവത്തിലായപ്പോഴേക്കും ഞാനിതിലേക്ക് തക്കാളിയാണ് 2 കട്ട് ചെയ്തിട്ട് കൊടുത്തേക്കണം. അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങയും അതേപോലെ മല്ലിയൊക്കെ കൂടുതലായിട്ട് എടുക്കാം. ഞാനിപ്പോൾ 2.5 കിലോത്തിലാണല്ലോ ചെയ്തെടുക്കണം, അതുകൊണ്ടിട്ട് കുറച്ച് മാത്രം എടുക്കണുള്ളൂ. ഇനി ഞാൻ ആ ചൂടാറിയ ശേഷം മിക്സർ ജാറിലിട്ടതിന് ശേഷം കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി കാശ്മീരി പൗഡർ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കറി വെച്ചെടുക്കാം അല്ലേ? ഇതേ ഉരുളിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചാൽ വെണ്ടയ്ക്കില്ലേ അത് ചേർത്ത് കൊടുക്കണതാണ്. അപ്പോൾ നമ്മളുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കണത് കേട്ടോ. അരപ്പിൽ നമ്മൾ തക്കാളി ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ഇതിലേക്കും ഒരു തക്കാളി വലുത് ഒന്ന് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ വെന്തുടയേണ്ട ആവശ്യമില്ല. തക്കാളിയൊക്കെ ഈ കറിയിൽ കടിക്കാൻ കിട്ടണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ തുറന്നൊക്കെ നോക്കിയപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ട. ഇനി നമുക്ക് മധുരവും പുളിയും എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടി ലേശം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിടാം. ഞാൻ ഈ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ. അപ്പം ഞാൻ ഓർത്ത് നമ്മളുടെ കടയിൽ ഉണ്ടാക്കിയ ഒരു കറിയാണല്ലോ, നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തിട്ട് ഒന്നും കൂടി ഞാൻ ഇട്ടേക്കണേണ്. അപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ ഊണിന് ആദ്യം ഊണൊന്നും പോകുമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറഞ്ഞ രീതിയിലാണ് കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് വെച്ചതട്ടോ. ഇപ്പോഴൊക്കെ ഊണും കുറച്ചൊക്കെ അധികമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെ നമ്മുടെ വെണ്ടക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വെണ്ടക്കക്കറി ഇല്ലേ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റണം, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഇത്ര നേരം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിരിക്കണേന് താങ്ക് യു.